നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇടക്കാലത്ത് ഒരു നീണ്ട ഇടവേള ഉണ്ടായെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. 1995 പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന്. സല്ലാപത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ നായികയായി അരങ്ങേറിയത്. ദിലീപായിരുന്നു നായകൻ. നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയിലെ നായകനെ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇരുവരും വഴിപിരിയുകയായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ സജീവമാണ്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയാണ് പലർക്കും. എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല. സിനിമാ രംഗത്തേക്കുള്ള തിരിച്ചുവരവിൽ മലയാളത്തിലേക്കാളും മികച്ച കഥാപാത്രങ്ങൾ മഞ്ജുവിന് ലഭിച്ചത് തമിഴകത്ത് നിന്നാണ്. ആദ്യ ചിത്രം അസുരൻ മികച്ച വിജയം നേടി. നായകൻ ധനുഷിനെ പോലും വിസ്മയിപ്പിച്ച പ്രകടനമാണ് ചിത്രത്തിൽ മഞ്ജു വാര്യർ കാഴ്ചവെച്ചത്. പ്രാദേശിക തമിഴ് ശൈലിയിൽ നടി അനായാസം ഡയലോഗുകൾ പറഞ്ഞു. വർഷങ്ങളായി തമിഴ് സിനിമാ രംഗത്ത് തുടരുന്ന നയൻതാര, തൃഷ തുടങ്ങിയ നടിമാർ പോലും സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാറില്ല. എന്നാൽ മഞ്ജു ഈ രീതിക്ക് മാറ്റം വരുത്തി. സൂപ്പർ താരം അജിത്തിനൊപ്പമാണ് മഞ്ജു തന്റെ രണ്ടാമത്തെ തമിഴ് ചിത്രം തുനുവിൽ അഭിനയിച്ചത്. കോടികൾ വാരിയ ചിത്രത്തിൽ അസുരനിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കഥാപാത്രമാണ് നടി ചെയ്തത്. മഞ്ജുവിനും ആരാധകർക്കും ഏറെ പ്രതീക്ഷയുള്ള തമിഴ് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. തുനുവിൽ അഭിനയിക്കവേ മഞ്ജുവും അജിത്തും സൗഹൃദത്തിലായിട്ടുണ്ട്. അജിത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നടി ബൈക്ക് വാങ്ങിയത്. അജിത്തിനെ കുറിച്ചും ഭാര്യ ശാലിനിയെ കുറിച്ചും മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സംസാരിക്കുമ്പോൾ അമ്മയെക്കുറിച്ചും ചേട്ടനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എല്ലാം ചോദിക്കും. ശാലിനിക്കൊപ്പം ഒരുപാട് വർഷമായി ഞാൻ ടച്ചിലുണ്ട്. ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്. ഞങ്ങൾ വർഷങ്ങളായി സുഹൃത്തുക്കളുമാണ്. ഷൂട്ടിംഗ് സമയത്താണ് അജിത്ത് സാറെ കാണാൻ അവസരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെയെല്ലാം കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ചിലരെ പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് നല്ലത് വരണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ഉള്ളവരാണ് അജിത്ത് സാറും കുടുംബവുമെന്ന് മഞ്ജു വാര്യർ വ്യക്തമാക്കി. തുനുവിന്റെ പ്രൊമോഷന് സജീവമായി മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു. എന്നാൽ അജിത്ത് വന്നില്ല. തന്റെ സിനിമകളുടെ പ്രൊമോഷന് വർഷങ്ങളായി അജിത്ത് വരാറില്ല. സിനിമ കഴിഞ്ഞാൽ തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് അജിത്തിന് ഇഷ്ടം. പൊതുവേദികളിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്ന താരമാണ് അജിത്ത്. വിവാഹം വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന ശാലിനി ബാലതാരമായ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ശാലിനി പിന്നീട് മുൻനിര നായിക നടിയായി മാറി. കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് ശാലിനി വിവാഹിതയായതും സിനിമാ രംഗം വിട്ടതും. പിന്നീട് പൊതുവേദികളിൽ ശാലിനിയെ അധികം കണ്ടിട്ടില്ല. അനൗഷ്ക, ആദ്വിക് എന്നിവരാണ് അജിത്തിന്റെയും ശാലിനിയുടെയും മക്കൾ. മഞ്ജു വാര്യർ, ജ്യോതിക ഉൾപ്പെടെയുള്ള നടിമാർ സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയപ്പോഴും ശാലിനി തിരിച്ചുവരവിന് തയ്യാറായിട്ടില്ല. അടുത്തിടെയാണ് ശാലിനി സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങിയത്. അജിത്തിനെ പോലെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാനാണ് ശാലിനിക്ക് താല്പര്യം. ശാലിനി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം കരിയറിലെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ. മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ്. ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ, തുനുവ് എന്നീ 2 സിനിമകളും ഹിറ്റായി. ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. തമിഴിൽ രജനികാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു. ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതായി വാർത്തകളുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.